ഓപ്പറേഷൻ തുഫാൻ്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. ആ യോഗമൊന്നും ഓപ്പറേഷൻ തുഫാൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തുഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ദയവായി അങ്ങനെയുള്ള വാർത്തകളൊന്നും നിങ്ങൾ കൊടുക്കരുത്, ശരിയല്ല. ഒരാവശ്യമില്ല. എന്താ ആരെല്ലാം എവിടെയെല്ലാം യോഗം ചേരുന്നത് ഞങ്ങളെന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ആഭ്യന്തര വകുപ്പ് അങ്ങനെ യോഗം കൂടുമെന്ന്? എനിക്കറിയില്ല. ആരുടെ യോഗമാണെന്ന് പറയില്ല, ആര് വിളിച്ചെന്നും അറിയില്ല. ഓപ്പറേഷൻ തുഫാൻ്റെ യോഗം വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞേ ഞങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു എന്നറിയില്ല, ആര് പങ്കെടുത്തു എന്നറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തുഫാൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തുഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അത് എനിക്കറിയില്ല, നിങ്ങളെ ഇതൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് എങ്ങനെ മാറുന്നത്? നിങ്ങളെങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്നത്? ശരിയാണോ? സർക്കാരിൻ്റെ ഭാഗമായ ഗവൺമെൻറ് പരിപാടിയാണത്. അതെങ്ങനെ ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ? അതിന് പോലീസ് വേണ്ടേ, SP വേണ്ടേ, കമ്മീഷണർ വേണ്ടേ? അതൊന്നുമില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും യോഗം വിളിച്ചാൽ തുഫാൻ്റെ യോഗമാകുക. ദയവായി അങ്ങനെയുള്ള വാർത്തകളൊന്നും നിങ്ങൾ കൊടുക്കരുത്, ശരിയല്ല. ഒരാവശ്യമില്ല. എന്താ ആരെല്ലാം എവിടെയെല്ലാം യോഗം ചേരുന്നത് ഞങ്ങളെന്താ അന്വേഷിക്കുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല, ആരും വിളിക്കത്തില്ല, ആരും അങ്ങനെ വിളിക്കാൻ അനുവദിക്കത്തുമില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് യോഗം വിളിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.